ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഒരു വീഡിയോ കിട്ടുന്നത്. കാരണം കുറേ തിരക്കിലായി പോയി ഗൈസ്. പിന്നെ ഇന്ന് ഞാൻ പോകുന്നത് ഒരു ബിരിയാണി കഴിക്കാനാണ്. എൻ്റെ ഒരു ജിം ട്രെയിനർ സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു സ്പോട്ടിലേക്ക് പോകുന്നത്. നമ്മുടെ ശിവചേട്ടൻ പറഞ്ഞു അവിടെ ആണെങ്കിൽ അടിപൊളിയാണ്, മസാലയൊക്കെ ഇഷ്ടം പോലെ തരും, കഴിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പം പോകാൻ നേരത്ത് ഞാൻ ഹെൽമെറ്റ് നോക്കിയപ്പോൾ മമ്മിയാണെങ്കിൽ കഴുകി വെച്ചേക്കുന്നത്. എന്ത് ചെയ്യാനെന്ന് പറയാം. അങ്ങനെ എന്തായാലും കറുത്ത ഹെൽമെറ്റ് നമുക്കിനി കിട്ടത്തില്ല. അതുകൊണ്ട് ഞാനാണെങ്കിൽ വേറൊന്നും നോക്കില്ല, എൻ്റെ അനിയത്തിയുടെ ഹെൽമെറ്റ് ഇട്ട് ഞാൻ നേരെ പുറത്തേക്ക് ചാടി. കാരണം എന്താ വെച്ചാൽ ഇന്നാണെങ്കിൽ എനിക്ക് കുറേ നാളായിട്ട് എനിക്ക് ഭയങ്കര ബിരിയാണി അടിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം. അപ്പോൾ അത് കാരണം ആ ഒരു ആഗ്രഹം ഇന്നത്തോടെ തീർക്കണമെന്ന് വെച്ചാൽ അൺലിമിറ്റഡ് കടയിൽ കയറി കഴിഞ്ഞാൽ അൺലിമിറ്റഡ് കഴിക്കാമല്ലോ. അപ്പോൾ ആ ഒരു ആഗ്രഹം നമുക്കങ്ങ് സബലീകരിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിറങ്ങിയതാണ്. കാരണം അൺലിമിറ്റഡ് കൊടുക്കുന്ന ആ സ്പോട്ടിൽ തന്നെ പോയി കഴിച്ചാൽ മതി എന്നൊരു തോട്ടിലാണ് പോകുന്നത്. അങ്ങനെ ഇതിപ്പോൾ ഞാൻ മാത്രമല്ല പോകുന്നത്, എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്. അവനെയും കൂടെ പിക്ക് ചെയ്തിട്ട് വേണം എനിക്കാണെങ്കിൽ ബിരിയാണി കഴിക്കാൻ പോകാൻ. അങ്ങനെ നമ്മുടെ മനുവിനെയും പിക്ക് ചെയ്ത് ഞാൻ നേരെ ബിരിയാണിയുടെ സ്പോട്ടിലേക്ക് പോകുവാണ് ഗൈസ്. ഈ സ്പോട്ട് വരുന്നത് ഏകദേശം പുനലൂർ ചന്തയിലാണ്. പുനലൂർ ചന്തയിൽ വന്നിട്ട് അൺലിമിറ്റഡ് ബിരിയാണി കട എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാവരും പറഞ്ഞു തരും. കാരണം ഇത് അത്യാവശ്യം ഇപ്പോൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ഒരു കടയിലോട്ട് പോകുന്നത്. അവിടെ ചെന്നപ്പം ചെറിയൊരു കടയാണ്, ഒരു 7 പേർക്ക് കഷ്ടിച്ചിരുന്ന് കഴിക്കാൻ പറ്റുന്ന കട. അപ്പോൾ ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അവിടെ ആണെങ്കിൽ അടുത്തിരുന്ന ചേട്ടനാണെങ്കിൽ വൈകുന്നേരത്തെ പൊറോട്ടയാണെന്ന് തോന്നുന്നു, പൊറോട്ടയൊക്കെ മേക്ക് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിൻ്റെ ഒടുവിൽ അങ്ങനെ അവസാനം എനിക്ക് മനുവിന് സീറ്റ് കിട്ടി. ഞാൻ ഭയങ്കര സന്തോഷവാനാണ് കേട്ടോ സീറ്റൊക്കെ കിട്ടിയത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തത് 2 ബീഫിൻ്റെ ബിരിയാണിക്ക് 120 130 കണ്ടാണ്, ഞാൻ ഓർക്കുന്നില്ല. ചിക്കൻ ബിരിയാണിക്ക് 100. അങ്ങനെ ഞാൻ കഴിച്ചു തുടങ്ങി. അത്യാവശ്യം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര എൻ്റെ ഒരു ഇതിൽ എനിക്ക് ഭയങ്കര ഇത് ഇഷ്ടപ്പെട്ടു. കാരണം അത്യാവശ്യം നല്ല മസാലയും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പീസാണെങ്കിൽ ക്വാണ്ടിറ്റി ചെറുതായിട്ട് കുറവാണെന്ന് എനിക്ക് തോന്നി. പക്ഷെ എന്നാൽ പോലും എനിക്ക് ടേസ്റ്റ് വൈസ് എനിക്ക് ഭയങ്കര രീതി ഇഷ്ടപ്പെട്ടു. അങ്ങനെ മനുവിനും ഇഷ്ടപ്പെട്ടു. ഞാനാണെങ്കിൽ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് രണ്ടാമതും കൂടെ മേടിക്കാനാണ് പ്ലാൻ ഇട്ടിരുന്നത്. എന്തായാലും ഞാൻ അവിടെ എൻജോയ് ചെയ്ത് കഴിച്ചു. പക്ഷെ നമുക്ക് ഒരു റിലാക്സ് ചെയ്ത് കഴിക്കാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ മാറിയിട്ട് വേണം വേറെ ആൾക്കാരെ കയറി ഇരുന്ന് കഴിക്കാൻ. അപ്പം നമ്മൾ പെട്ടെന്ന് കഴിച്ച് എണ്ണീക്കണം. കാരണം വേറെ ഒരുപാട് ആൾക്കാർ വെയിറ്റിംഗ് ആണ് അവിടെ ഇത് കഴിക്കാനായിട്ട്, ഓട്ടോ ചേട്ടന്മാരും ഒക്കെ. അത് കാരണം ഞാൻ പെട്ടെന്ന് കഴിക്കാൻ തുടങ്ങി. സമയമൊന്നും കളയാതെ, വീഡിയോ ഒന്നും എടുക്കാതെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ മൊബൈൽ മാറ്റി വെച്ച് ഞാൻ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് വേണം രണ്ടാമതും ബിരിയാണി മേടിക്കാനെന്നുള്ളൊരു തോട്ടിലാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ നല്ല രീതിയിൽ പപ്പടമൊക്കെ പൊടിച്ച് എൻ്റെ പൊന്നു ഒരു രക്ഷയിലായിരുന്നു. നല്ല രീതിയിൽ നിന്ന് കഴിച്ചു ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബീഫിൻ്റെ പീസൊക്കെ അടിപൊളിയായി. ഞാൻ എൻജോയ് ചെയ്തു. ഞാൻ ഒരിക്കലും എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ തകർന്നൊന്നും പോയില്ല. ഞാൻ ഭയങ്കര രീതിയിൽ എൻജോയ് ചെയ്താണ് കഴിച്ചത്. എനിക്ക് ആദ്യമേ കൊണ്ടുവന്ന ബിരിയാണി ഞാൻ ആദ്യമേ തന്നെ നല്ല രീതിയിൽ കഴിച്ചു തീർത്തു. കാരണം നല്ല വിശപ്പും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനാണെങ്കിൽ കഴിച്ചു തീർത്ത് രണ്ടാമത്തെ ബിരിയാണിക്കായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. കാരണം രണ്ടാമത്തെ ബിരിയാണി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കിട്ടാനായിട്ട്. കാരണം അവിടെ കുറേ ആൾക്കാർക്ക് പാഴ്സലൊക്കെ വിളമ്പുന്ന കാരണം കുറേ അവരതിൻ്റെ ബിസിയിലാണ്. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തതിൻ്റെ ഒടുവിൽ വീണ്ടും എനിക്ക് റൈസ് കിട്ടി. പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടമായി ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരതിന് മസാല കൊണ്ടുവന്നില്ല. എന്നോട് ജിം ട്രെയിനർ നമ്മുടെ ശിവചേട്ടൻ പറഞ്ഞ ഇഷ്ടം പോലെ മസാല കിട്ടുമെന്നൊക്കെയാണ്. അവസാനം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു മസാല ബീഫ് ബിരിയാണി തീരാറായി, അത് കാരണം മസാല കുറവാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അത് കാരണം അങ്ങനെ പറഞ്ഞു. എനിക്ക് ഭയങ്കര സങ്കടമായി. മസാല ഇല്ലാതെ എങ്ങനെ കഴിക്കാനാണ്. പിന്നെ ഞാനാണെങ്കിൽ വീണ്ടും ചോദിച്ചതിൻ്റെ പേരിൽ എനിക്ക് കുറച്ച് മസാല കൊണ്ട് തന്നു. ഇൻട്രോവേർട്ടഡ് മനുവിന് കൊടുത്തില്ല കേട്ടോ മസാല. ഞാനാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ മസാല ഇട്ട് കഴിച്ചു. മനുവിനാണെങ്കിൽ മസാല കിട്ടിയില്ല. അവൻ പിന്നെ പച്ചച്ചോറായിരുന്നു കഴിച്ചതെന്ന് തോന്നുന്നു. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എൻ്റെ പാത്രത്തിൽ കഴിയിട്ട് വരാൻ. എന്തായാലും ഇവനെ കൊണ്ടുവന്ന് വളരെ നന്നായി. അങ്ങനെ ഞങ്ങൾ നേരെ ബിരിയാണി കഴിച്ച് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ വയറ് നിറച്ച് ബിരിയാണി കഴിച്ചിട്ട് ഇറങ്ങി. ഇനിയാണെങ്കിൽ ഇവിടെ വരുവാണെങ്കിൽ ഞങ്ങൾ ഏകദേശം ഒരു 11:30 ആകുമ്പോൾ വരണം. എന്നാലേ നമുക്ക് നല്ല മസാലയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ ഈ ബിരിയാണി കഴിച്ച് ഞാൻ നേരെ പോയത് വിസ്മമളിലേക്കാണ്. കാരണം എന്തെങ്കിലും ഡ്രിങ്കായിട്ട് എന്തെങ്കിലും കഴിക്കണമെന്ന് ഭയങ്കര ഒരു ക്രേവിങ്സ്, എന്തെങ്കിലും കാർബണേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കാൻ. അങ്ങനെ ഞങ്ങൾ വിസ്മമളിലേക്ക് കയറി. ഞങ്ങൾ ചുമ്മാ അവിടെ ഇവിടെ എല്ലാം നോക്കി നടന്നു. കാരണം കുറേ കാര്യങ്ങൾ കാണുന്നുണ്ടല്ലോ. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നോക്കി കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് ഇങ്ങനെ പോകണം. നേരെ കാർബണേറ്റഡ് ഡ്രിങ്ക്സിൻ്റെ സെക്ഷനിലോട്ടാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകണം. പോകുന്ന വഴിക്ക് ഒരുപാട് പ്രോഡക്റ്റ് ഒക്കെ കാണുന്നു. അപ്പോൾ അതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും മനുവിൻ്റെ കുറച്ച് ഐഡിയാസും അതിൻ്റെ ഓരോ ലാഭങ്ങളും ഒക്കെ ആണെങ്കിൽ സംസാരിച്ച് ഞങ്ങൾ എൻജോയ് ചെയ്ത് നേരെ കാർബണേറ്റഡ് ഡ്രിങ്ക്സിൻ്റെ അവിടെ എത്തിയപ്പോൾ ഒരുപാട് ഡ്രിങ്ക്സ് കണ്ടു. ഫിസ്, പെപ്സി അല്ലാത്തത് എല്ലാം കുറേ കണ്ടു. അങ്ങനെ ഞങ്ങളാണെങ്കിൽ നല്ലൊരെണ്ണം നോക്കിയെടുക്കാമെന്ന് വെച്ചു. കാരണം ഞാൻ അധികം മധുരം കഴിക്കാറില്ല. അപ്പം വല്ലപ്പോഴും ഇങ്ങനെ ഇറങ്ങുമ്പോൾ എന്തെങ്കിലും മധുരിക്കുന്ന എന്തെങ്കിലും ഡ്രിങ്ക്സ് എന്തെങ്കിലും മേടിക്കും. അപ്പം ഒരെണ്ണം മേടിക്കാമെന്ന് തീരുമാനിച്ചു. കാരണം അതിൻ്റെ ആവശ്യമുള്ളൂ. മനു പറഞ്ഞ് ഫിസ് മേടിക്കണം. പക്ഷേ ഫിസ് ഭയങ്കര ചെറിയ ബോട്ടിലാണ്. പിന്നെ എനിക്ക് തോന്നി
തോന്നിയത് അവിടെ ഒരു ചെറിയ ഓഫറിന് എന്തോ ഒരു കൊക്കക്കോള കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓഫർ കാരണം കൊക്കക്കോള എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കൊക്കക്കോള എടുത്ത് ഞങ്ങൾ കുറച്ച് പെർഫ്യൂമൊക്കെ ട്രൈ ആക്കി പിന്നെ പോയി. അപ്പം അവിടെ വേറൊരു സാധനം ഞാൻ കാണുന്നത്, അതായത് അവിടെ ആണെങ്കിൽ നിയാസിമിനൈഡും പിന്നെ സാസിലിക് ആസിഡൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ വെച്ചേക്കുന്നത്. അതിങ്ങനെ ഇങ്ങനെ എക്സൈറ്റ്മെന്റ് ആയി. കാരണം ഞാൻ ഇങ്ങനെ ഒരു ഷോക്കായി പോയി. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുന്നത് ലൈക്ക് ഇത് സ്പ്രേ ഒന്നും അല്ലല്ലോ ഇങ്ങനെ വന്നിട്ട് ടെസ്റ്റ് ചെയ്യാനൊന്നും. ലൈക്ക് അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് സാസിലിക് ആസിഡും നിയാസിമിനൈഡും കാര്യങ്ങളൊക്കെ ടെസ്റ്റിംഗ് ആയിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നത്. എന്തായാലും അതും ചുമ്മാ കാര്യങ്ങളൊക്കെ വന്നേയില്ല. എന്തായാലും ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കി. ടെസ്റ്റൊക്കെ ചെയ്ത് ബില്ല് അടിച്ച് ഞാൻ നേരെ അങ്ങ് പോയി കഴിയും. സോ ഇന്നത്തെ എൻ്റെ ഒരു ഉച്ച സമയത്തെ ഒരു ദിവസം ഇങ്ങനെയാണ്. ഞാൻ എന്തായാലും ഇന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പിയാണ്. കാരണം പ്രതീക്ഷിച്ച പോലെ ഫുഡ് അടിപൊളിയായിരുന്നു. എനിക്ക് ഹാപ്പിയാണ് ഇന്നത്തെ ദിവസം. അങ്ങനെ ഞാൻ പെപ്സിയൊക്കെ കുടിച്ച്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ടോണ്ടിരുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ബൈ.